we have derived two Maxwell's thermodynamic relations from the two thermodynamic potentials such as internal energy and Helmholtz function. Internal energy നിന്നും Helmholtz functionil നിന്നും നമ്മൾ ഓരോ Maxwell's relations derive ചെയ്തു. Next Maxwell's relation we are going to derive from the third potential known as enthalpy or total heat. മൂന്നാമത്തെ പൊട്ടൻഷ്യൽ ആണ് enthalpy അല്ലെങ്കിൽ total heat എന്ന് പറയുന്നത്, denoted by capital H. This enthalpy is defined as, definitions വളരെ important ആണ്. We define change in internal energy, then we defined in this Helmholtz function F is equal to U minus Ts. Similarly, H is equal to U plus PV. So, H ന്റെ definition ആണ് internal energy plus PV is H. Then taking differential of this quantity, we get dH equal to du plus, here we have to apply product rule, pdv plus vdp. ഇനി നമുക്ക് du is from first law of thermodynamics, du equal to tds minus pdv. ഇത് substitute ചെയ്യാം. Then we got tds minus pdv plus vdp. There this minus pdv and plus pdv we can cancel and we get tds plus vdp. Therefore we can write dH equal to tds plus vdp. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 7 എന്ന് വിളിക്കാം. ഈ റെഡ് അല്ലെങ്കിൽ സ്ക്വയർസിനുള്ളിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡെഫിനിഷൻസ് ആണ്. എൻതാൽപ്പിയുടെ ഡെഫിനിഷൻ യു പ്ലസ് പി വി ആണ്. ചേഞ്ച് ഇൻ എൻതാൽപ്പി ക്യാൻ ബി റിട്ടൺ ആൻഡ് ടേംസ് ഓഫ് four thermodynamic variables as TdS plus VdP. That is also an important equation. They is to take partial derivative of this H with respect to T and S. Here variables, independent variables are P and S. So P ഉപയോഗിച്ച് ആദ്യം ഡെറിവേറ്റീവ് എടുക്കുക, then S ഉപയോഗിച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. Taking partial derivative of H with respect to P and S, we get dou H by dou S at constant P. P constant ആക്കി വെച്ചാൽ എന്ത് സംഭവിക്കും? രണ്ടാമത്തെ ടേം dt ഉള്ള ടേം 0 ആവും. Then taking differential with respect to S, we get dou T, T ds by ds, that is T. അപ്പോൾ അതിനെ നമ്മൾ എട്ടാമത്തെ ഇക്വേഷൻ എന്ന് വിളിച്ചു. ഇനി നമ്മൾ എന്താ എഴുതേണ്ടത്? ആ ഇക്വേഷനെ തന്നെ പി ഉപയോഗിച്ച് ഡെറിവേറ്റീവ് എടുക്കുക. ഡോ എച്ച് ബൈ ഡോ പി കീപ്പിംഗ് എസ് കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് എസ് കോൺസ്റ്റന്റ് ആക്കിയാൽ ആദ്യത്തെ ടേം 0 ആകും, ഡി എസ് ഉള്ള ടേം 0 ആകും. ദെൻ വി ഗെറ്റ് ഓൺലി വി. Then we get V. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 9 എന്ന് വിളിച്ചു. Since in H is an perfect differential, we can write dou square H by dou P dou S is equal to dou square H by dou S dou P. ഇവിടെ കിട്ടിയിരിക്കുന്ന dou H by dou P കിട്ടിയതാണ്. അതിനെ ഒന്നുകൂടി S ഉപയോഗിച്ച് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? That is dou square H by dou S dou P. റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയിരിക്കുന്നതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ എസ് ഡോ പി. ഡോ എച്ച് ബൈ ഡോ പി നമുക്കറിയാം വി ആണ്. അതിനെ എസ് ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. കീപ്പിംഗ് പി കോൺസ്റ്റന്റ് ഡോ പി ഡോ വി ബൈ ഡോ എസ് കീപ്പിംഗ് പി കോൺസ്റ്റന്റ് ഇസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദിസ് ഇക്വേഷൻ. ദെൻ ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ പി ഡോ എസ്. ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ പി ഡോ എസ്. ആദ്യം നമ്മൾ ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ എച്ച് ബൈ ഡോ എസ് കണ്ടിരുന്നു. എന്തായിരുന്നു? ഡോ എച്ച് ബൈ ഡോ എസ് ഇസ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ ആണെന്ന് കിട്ടി. ദെൻ വി ഹാവ് ടു ടേക്ക് ഡെറിവേറ്റീവ് ഓഫ് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു പ്രഷർ കീപ്പിംഗ് എൻട്രോപ്പി കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ നമ്മൾ ഇതിനെ
ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് പി. This is the third Maxwell's relation. Third Maxwell's relation. We have already derived first two from the potentials, internal energy and Helmholtz function. Third one is derived from the enthalpy. Enthalpy യിൽ നിന്ന് നമ്മൾ മൂന്നാമത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, മാക്സ്വെൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് വൺ can be derived from fourth potential known as Gibbs potential denoted by capital G. Gibbs potential is denoted by capital G. ഈ ഗിബ്സ് പൊട്ടൻഷ്യലും ഇന്റേണൽ എനർജിയുടെ തന്നെ ഒരു ട്രാൻസ്ഫോം ആണ് and it is defined as G equal to H minus Ts or F plus Ts. F Helmholtz function, H enthalpy. രണ്ട് ഇക്വേഷൻസും ഉപയോഗിക്കാം ഗിബ്സ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ എച്ച് മൈനസ് ടി എസ് ഓർ എഫ് പ്ലസ് ടി എസ്. നൗ ടേക്കിംഗ് ഡിഫറൻഷ്യൽ ഓൺ ബോത്ത് സൈഡ്സ്, ഡി ജി കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് എടുക്കാം. ഡി ജി ഈക്വൽ ടു ഡി എച്ച് മൈനസ്, ഇവിടെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. ടി എസിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചാൽ ടി ഡി എസ് പ്ലസ് എസ് ഡി ടി എന്നാണ് കിട്ടുന്നത്. ടി ഡി എസ് പ്ലസ് എസ് ഡി ടി. ഹിയർ നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഡി എച്ച് മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി എന്ന് എഴുതാം. dh minus tds minus sdt. Then dh we found out dh എന്ന് പറയുന്നത് tds plus vdt ആണ്. നമ്മൾ കഴിഞ്ഞ ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോൾ dh tds plus vdf ആണെന്ന് ഡിറൈവ് ചെയ്തിരുന്നു, vdt ആണെന്ന് ഡിറൈവ് ചെയ്തത്. അതെങ്ങനെയാണെന്ന് ഇവിടെ ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട്. h is defined as u plus ve, du plus pdv plus vdp is dh. ഇനി du ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു tds minus pdv, then the other term is pdv plus vdp. ഇതിൽ pdv നമുക്ക് ക്യാൻസൽ ചെയ്യാം, we get tds plus vdp. dh എന്ന് പറയുന്നത് tds plus vdp ആണ്. അപ്പോൾ ഇവിടെ dh ന് പകരം നമ്മൾ tds plus vdp സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബാക്കിയുള്ളത് മൈനസ് tds മൈനസ് sdt. ഇവിടെ മൈനസ് tdsഉം tdsഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. tdsഉം മൈനസ് tdsഉം ക്യാൻസൽ ചെയ്താൽ ബാക്കിയുള്ള ടേംസ് ഏതാണ്? vdp മൈനസ് sdt. അപ്പോൾ dg is equal to vdp minus sdt. This definition is so important. Then this dg is also an important equation. Here the independent variables are pressure and temperature. Then taking partial derivative of g with respect to pressure and temperature, we get dou g by dou t at constant t. Equation number 12 t ഉപയോഗിച്ച് ഡെറിവേറ്റീവ് എടുത്തിരിക്കുകയാണ്. കീപ്പിംഗ് ടി കോൺസ്റ്റന്റ്. ടി കോൺസ്റ്റന്റ് ആയാൽ ഈ ഒരു ടേം 0 ആകും. dt is 0. Then we get v എഴുതി. Then dou g by dou t keeping t constant. t constant ആക്കിയാൽ ഫസ്റ്റ് ടേം 0 ആയി. Then we get minus s എന്ന് എഴുതി. So here we get dou g by dou t at constant t is v and dou g by dou t at constant t minus s. ഇനി പഴയ പോലെ തന്നെ ആദ്യത്തെ ഇതൊക്കെ ഡിറൈവ് ചെയ്തതുപോലെ തന്നെ g is a perfect differential. dg is a perfect differential. Therefore we can write dou square g by dou t dou p equal to dou square g by dou p dou t. Order of differentiation is not important. They will give same result. നമുക്ക് ഈ ഇക്വേഷനിൽ എന്താ ചെയ്യേണ്ടത്? ഡോ സ്ക്വയർ ജി ബൈ ഡോ ടി ഡോ ടി കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷനെ
t ഉപയോഗിച്ച് ഡെറിവേറ്റീവ് എടുക്കുക. കീപ്പിംഗ് t കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് ഡോ v ബൈ ഡോ t കീപ്പിംഗ് t കോൺസ്റ്റന്റ്. ഇനി അടുത്തത് എന്താണ്? ഡോ സ്ക്വയർ g ബൈ ഡോ p ഡോ t ഈസ്, ഈ ഇക്വേഷനെ നമ്മൾ p വെച്ച് ഡെറിവേറ്റീവ് എടുക്കുന്നു. കീപ്പിംഗ് t constant, that is minus dou s by dou p keeping t constant. ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. Therefore dou v by dou t at constant t equal to minus dou s by dou p at constant t. Equation number 3. This is fourth Maxwell's relation. നമ്മൾ 4 Maxwell's relation derive ചെയ്തു. These are the 4 Maxwell's relation we can derive it from the 4 thermodynamic potentials. അപ്പോൾ 4 Maxwell's relations important ആണ്. 4 thermodynamic potentials, അതിൻ്റെ definitions, അതിൻ്റെ derivatives എല്ലാം important ആണ്. This will be given as an essay for exams. essay ആയിട്ട് ചോദിക്കുന്ന ഒരു question ആണ്. Derive Maxwell's relation from the potentials, or define the potentials and derive the Maxwell's relations.